എല്ലാവർക്കും വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്ററായ താപം നിത്യജീവിതത്തിൽ എന്നുള്ള പാഠമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ താപത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഊർജ്ജങ്ങളും ഊർജ്ജരൂപങ്ങൾ എന്തൊക്കെയാണ്? അതായത് പ്രകാശോർജ്ജമുണ്ട്, സൗരോർജ്ജമുണ്ട്, അതുപോലെ തന്നെ വൈദ്യുതോർജ്ജമുണ്ട് അല്ലേ. ഇപ്പോൾ ഹീറ്റ് എനർജി ഉണ്ട്. അങ്ങനെ പല വിവിധ തരം എനർജി രൂപങ്ങൾ നമുക്ക് അറിയാം, ഊർജ്ജ രൂപങ്ങൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയായിരിക്കും? ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനായിട്ട് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ താപത്തെ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ താപോർജ്ജം ജലത്തിൻ്റെ അവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ജലത്തിൻ്റെ ഖരരൂപം എന്താണ്? ഐസാണ് അല്ലേ. ഇപ്പോൾ വായുവിൽ ഐസ് തുറന്നു വെച്ചാൽ എന്താ സംഭവിക്കുക? അത് അലുത്തു പോവും അല്ലേ, മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ വെറുതെ അങ്ങ് മെൽറ്റ് ചെയ്യുകയാണോ? അന്തരീക്ഷത്തിലുള്ള ഹീറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അല്ലേ. തുറന്ന് വെച്ചിരിക്കുകയല്ലേ, നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് എന്ത് ചെയ്യും? അത് മെൽറ്റ് ചെയ്യും, വെള്ളമായിട്ട് മാറും അല്ലേ. അതുപോലെ ജലം തിളപ്പിച്ചാലോ അത് വാതക രൂപത്തിലേക്ക് മാറും, നീരാവിയായിട്ട് മാറും. അപ്പോൾ ജലത്തിൻ്റെ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ജലം എന്നുള്ളത് അതിൻ്റെ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. ഇനി ഐസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ്, ഖരരൂപമാണ്. ഇനി വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്യാഷ്യസിലുള്ള ഫോമുമാണ്. ഈ 3 അവസ്ഥകളിലാണ് ജലം സ്ഥിതി ചെയ്യുന്നത്. ഇനി പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ എന്താ ചെയ്യുക? താപോർജ്ജം സ്വീകരിക്കുന്നു അല്ലേ. അപ്പോൾ താപോർജ്ജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താനായിട്ട് കഴിയും. നമ്മൾ 2 ഗ്ലാസ് ടംബ്ലറുകൾ എടുക്കുകയാണ്. അതിലൊന്നിൽ ഒരു ഗ്ലാസ്സിൽ സാധാരണ താപനിലയിലുള്ള ജലവും എടുക്കുന്നു, മറ്റേ ഗ്ലാസ്സിൽ ചൂടുള്ള ജലവും എടുക്കുന്നു. 2 ഗ്ലാസ്സുകളിലും കുറേശ്ശെ ഐസ് ക്യൂബുകൾ നമ്മൾ ഇടുകയാണ്. ഇതിൽ ഏത് ഗ്ലാസ്സിൽ ഐസ് ക്യൂബുകളായിരിക്കും വേഗത്തിൽ ഉരുകുക? നമുക്കറിയാം, ചൂടുള്ള വെള്ളത്തിലേക്ക് ഇടുന്ന ഐസ് ക്യൂബുകളായിരിക്കും പെട്ടെന്ന് ഉരുകിപ്പോകുന്നത് നമുക്കറിയാം. കാരണം ആ ഐസ് ക്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിലെ ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസ് ഉരുകാൻ ആവശ്യമായ താപം ലഭിച്ചത് എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ് അല്ല, ചൂടുള്ള വെള്ളത്തിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കട്ടിയാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് താപനില വളരെ കുറവായിരിക്കും അല്ലേ. കുറവാകുന്ന സമയത്ത് എന്ത് പറ്റും? ഇത് കട്ടിയായിട്ട് മാറും. ചൂട് കൂടുന്ന സമയത്തോ താപനില ഉയരുമ്പോഴോ അത് ഉരുകിയ അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണെന്ത്? താപം. ഇനി താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ? നമുക്ക് നോക്കാം. താപത്തിൻ്റെ കൈമാറ്റം ഇവിടെ നോക്കാം. ഗ്യാസ് സ്റ്റവിൽ ഒരു പാത്രത്തിൽ അരി പാകം ചെയ്യുന്നത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റവിലെ തീനാളത്തിൽ നിന്ന് പ്രസരിക്കുന്ന താപോർജ്ജം അരിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? താപം നേരിട്ടാണോ അരിയിലേക്ക് എത്തുക? അല്ലല്ലോ. താപം കൈമാറി ലഭിച്ച വഴികൾ എങ്ങനെയായിരിക്കും? സ്റ്റൗവിലെ തീനാളം, ആ നാളത്തിൻ്റെ താപം ആരിലേക്ക് പോകുന്നു? ആ വെസലിലേക്ക് അല്ലേ. ഏത് പാത്രത്തിലാണോ അരി തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ആദ്യമേ ഈ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നു. പിന്നീട് ഈ പാത്രത്തിൽ നിന്നോ അതിനുള്ളിൽ അരി തിളയ്ക്കാൻ ആവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിലേക്കാണ് ഈ താപം പിന്നീട് കൈമാറ്റം ചെയ്യുന്നത്. അതിനുശേഷമാണ് താപം എങ്ങോട്ടെത്തുന്നത്? അരിയിലേക്കെത്തി അരി പാകപ്പെടുന്നത്. അങ്ങനെ സ്റ്റൗവിൻ്റെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറിയാണ് അരിയിലെത്തി അരി വേവുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് താപപ്രേഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞാൽ ഈ പാത്രത്തിന് എന്ത് സംഭവിക്കും? പാത്രത്തിൻ്റെ ചൂട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് പാത്രത്തിന് മാത്രമാണോ താപം നഷ്ടപ്പെടുന്നത്? അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപം നഷ്ടമാകുന്നുണ്ട്. എങ്ങോട്ടാണ് നഷ്ടമാകുന്നത്? പുറമേയുള്ള അന്തരീക്ഷത്തിലേക്ക് ആ താപം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, പാത്രത്തിൽ നിന്ന് മാത്രമല്ല പാത്രത്തിനുള്ളിലെ പദാർത്ഥങ്ങളിൽ നിന്നും ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി പാത്രത്തിനും അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപനഷ്ടം സംഭവിക്കുന്നു.
ഇനി നമുക്ക് നോക്കാം താപപ്രേഷണം ഖരവസ്തുക്കളിൽ. നമ്മുടെ ചുറ്റുപാടും ധാരാളം വസ്തുക്കൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഇവയിലെല്ലാം താപം പ്രേഷണം ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കുമോ? നമുക്ക് നോക്കാം. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ അലൂമിനിയം കമ്പിയിൽ മെഴുക് ഉപയോഗിച്ച് തുല്യ അകലത്തിൽ മൊട്ടുസൂചികൾ ഒട്ടിക്കുക. ഇതിൻ്റെ ഒരറ്റം കത്തുന്ന മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക. തീജ്വാലയിൽ നിന്ന് അലൂമിനിയം കമ്പിയിലൂടെ താപം പ്രേഷണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തീനാളത്തിനടുത്തുള്ള മൊട്ടുസൂചികൾ ആദ്യം വീഴാനും അകലെ നിൽക്കുന്നവ പിന്നീട് വീഴാനും കാരണമാകും. അലൂമിനിയത്തിൽ മാത്രമല്ല, അതിന് പകരം നമ്മൾ ചെമ്പോ ഇരുമ്പ് കമ്പിയോ ഒക്കെ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാലും ഇതേ റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സ്ഥാനത്ത് മരക്കഷ്ണവും ഗ്ലാസ് റോഡ് എന്നിവയാണ് ഉപയോഗിച്ച് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നതെങ്കിലോ ചൂടാകുന്ന ഭാഗം അത് കത്തി തീരത്തതേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ഹീറ്റ് ഒരറ്റത്തു നിന്ന് വേറൊരറ്റത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. അപ്പോൾ എന്താണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ കണ്ടതുപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റത്ത് നിന്ന് ആ താപം മറ്റേ അറ്റത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യുന്നത് ചാലനം വഴിയാണ്. അത് ഓർക്കുക കേട്ടോ. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ലോഹങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് താപോർജ്ജത്തിൻ്റെ കൈമാറ്റത്തിലൂടെയാണ്. അതായത് കണ്ടക്ഷൻ വഴിയാണ് ലോഹങ്ങളിൽ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് താപം നന്നായി കടത്തി വിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ് ഇവയെല്ലാം തന്നെ താപത്തിന് നന്നായി കടത്തിവിടുന്നവയാണ്. ഇനി താപം നന്നായി കടത്തി വിടാത്തവ ഏതൊക്കെയായിരിക്കും? മരക്കഷ്ണം, ഗ്ലാസ് റോഡ് ഇവയൊക്കെ താപത്തെ നന്നായി കടത്തി വിടാത്തവയാണ്. അപ്പോൾ നമുക്ക് പറയാം, എല്ലാ ഖരവസ്തുക്കളും താപം നന്നായി കടത്തി വിടുന്നവയല്ല. സുചാലകങ്ങളുമുണ്ട്, കുചാലകങ്ങളുമുണ്ട്. സുചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ്, കുചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ പുവർ കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്? ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും പറയും. താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ അഥവാ പുവർ കണ്ടക്ടേഴ്സ് എന്നും പറയും. ഈ തടിക്കഷ്ണം, പ്ലാസ്റ്റിക് ഇതൊക്കെ കുചാലകങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ. അതുപോലെ മെറ്റലുകളെല്ലാം തന്നെ സുചാലകങ്ങളാണ്. എല്ലാ മെറ്റൽസും ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഇനി ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാനായിട്ട് നമ്മൾ സുചാലകങ്ങളാണോ കുചാലകങ്ങളാണോ ഉപയോഗിക്കുക? പുവർ കണ്ടക്ടേഴ്സ്, കുചാലകങ്ങളാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാനും നമ്മൾ കുചാലകങ്ങളാണ് ഉപയോഗിക്കുക. പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ചാലകങ്ങൾ അല്ലെ സുചാലകങ്ങളാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ കുക്കറായാലും സോസ് പാൻ ആയാലും അവിടെ ഫ്രൈയിങ് പാനൊക്കെ കാണിച്ചിരിക്കുന്നില്ലേ ഫിഗറിൽ, ഇതിൻ്റെയൊക്കെ തന്നെ വെസൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതായിരിക്കും. പക്ഷേ കൈ പിടിക്കുന്ന കൈപ്പിടി എന്ന് പറയുന്നത് പുവർ കണ്ടക്ടേഴ്സ്, കുചാലകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ ഒരു വെസലിൽ തന്നെ മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഗുഡ് കണ്ടക്ടേഴ്സും ഉപയോഗിക്കുന്നുണ്ട്, പുവർ കണ്ടക്ടേഴ്സും ആ സെയിം വെസലിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നോക്കാം, താപപ്രേഷണം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. അപ്പോൾ ഖരങ്ങളിൽ എങ്ങനെയാണ് താപപ്രേഷണം നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. എങ്ങനെയായിരുന്നു? ചാലനം വഴിയാണ് അല്ലേ, കണ്ടക്ഷൻ വഴിയാണ് ഖരങ്ങളിൽ താപപ്രേഷണം നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു മെറ്റലിൻ്റെ ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് ഹീറ്റ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ആ മെറ്റൽ ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസിന് മൂവ്മെൻ്റ് ഒന്നും അവിടെ ഇല്ല. മോളിക്യൂൾസ് അതേ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് ഹീറ്റിനെ ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കണ്ടക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഏത് രീതിയിലായിരിക്കും താപപ്രേഷണം നടക്കുന്നത്? നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗത്താണ് തീ കൊടുക്കുന്നത് അല്ലേ, അല്ലാണ്ട് പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്തല്ലല്ലോ തീ കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? തീനാളത്തിൽ നിന്നുള്ള ചൂട് എപ്പോഴും മുകളിലേക്കായിരിക്കും ഉയർന്നു പോകുന്നത്.
നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മെഴുകുതിരിയുടെ തീനാളം മുകളിലേക്കായിരിക്കും, ആ തൊട്ട് മുകളിലുള്ള എയർ ആയിരിക്കും ആദ്യം ചൂട് പിടിക്കുന്നത്. അപ്പോൾ മുകളിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചാലല്ലേ അത് പെട്ടെന്ന് പാകം ചെയ്ത് കിട്ടുള്ളൂ. വെസലിൻ്റെ സൈഡ് ഭാഗത്തുള്ള വായുവിന് ചൂട് കുറവായിരിക്കും. ടെക്സ്റ്റിൽ 1-2 എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ സംവഹനം അഥവാ കൺവെക്ഷൻ. എന്താണ് സംവഹനം? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഖരവസ്തുക്കളിലൂടെ താപപ്രേഷണം നടക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? കണ്ടക്ഷനിലൂടെ അല്ലേ, ചാലനത്തിലൂടെയാണ് താപപ്രേഷണം നടക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും കൺവെക്ഷൻ അഥവാ സംവഹനത്തിലൂടെയാണ് താപപ്രേഷണം നടക്കുന്നത്. അപ്പോൾ കണ്ടക്ഷനിലാണെങ്കിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ കൺവെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? തന്മാത്രകളുടെ സ്ഥാനം മാറുന്നുണ്ട്, മോളിക്യൂൾസിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സംവഹനം അഥവാ കൺവെക്ഷനിൽ മാധ്യമങ്ങളായി നിലകൊള്ളുന്നത് തന്മാത്രകളാണ്. ആ തന്മാത്രകളുടെ സ്ഥാനമാറ്റമാണ് താപപ്രേഷണത്തിന് കാരണമാകുന്നത്. ഭൂമിക്ക് താപം ലഭിക്കുന്നത് മുഖ്യമായും സൂര്യനിൽ നിന്നാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശൂന്യസ്ഥലം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ശൂന്യസ്ഥലം 15 കോടിയോളം കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു. ചാലനം മൂലമോ സംവഹനം മൂലമോ ചൂട് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്തുമോ? ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമം ഇല്ല. എന്നാലും സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ പ്രതിഭാസമാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ അഥവാ വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യൻ്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും. ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു വെസലിൽ വാട്ടർ നമ്മൾ ചൂടാക്കുകയാണ്. അപ്പം ആദ്യം ആ ഫ്ലെയിമിൽ നിന്ന് വെസലിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് അതിനുള്ളിലെ ജലത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് താഴെയുള്ള വാട്ടർ മോളിക്യൂൾസ് ആദ്യമേ ചൂട് പിടിക്കുന്നു. ആ ചൂട് പിടിക്കുന്ന വാട്ടർ മോളിക്യൂൾസ് അവിടെ തന്നെ നിൽക്കത്തില്ല, നേരെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ താഴെ കുറച്ച് ഫ്രീ സ്പേസ് വരുമല്ലോ. താഴത്തെ മോളിക്യൂൾസ് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെ ആ മോളിക്യൂൾസ് ഇരുന്ന ഭാഗം ഫ്രീ ആകും. അവിടേക്ക് തൊട്ടടുത്തുള്ള തണുത്ത വാട്ടർ മോളിക്യൂൾസ് കയറി വരും. വീണ്ടും ഈ താഴെ നിന്നുള്ള ചൂട് കാരണം ആ വന്ന താഴത്തെ വാട്ടർ മോളിക്യൂൾസ് ചൂട് പിടിച്ച് അവയും വീണ്ടും മുകളിലേക്ക് പൊങ്ങുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് ലാസ്റ്റ് ആ വെസലിലുള്ള വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ചൂട് പിടിക്കുന്നു. ഈ പ്രോസസ്സാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ വഴിയാണ് ആ വാട്ടർ അത്രയും ചൂട് പിടിച്ചത്. ഓക്കെ, അപ്പോൾ കൺവെക്ഷൻ്റെ ഫലമായിട്ട് എയർ മോളിക്യൂൾസ് ആയാലും കൊള്ളാം, വാട്ടർ മോളിക്യൂൾസ് ആയാലും കൊള്ളാം, വൺസ് അത് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നേരെ മുകളിലേക്കായിരിക്കും പോവുക. അപ്പോൾ കൺവെക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയം വേണം, ഒന്നെങ്കിൽ എയർ മോളിക്യൂൾസോ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസോ ഒക്കെ. ആ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ആ വെസലിലുള്ള വെള്ളം മുഴുവൻ ചൂട് പിടിച്ചത് ആ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, അവിടെ ആ വാട്ടർ മോളിക്യൂൾസാണ് അവിടെ മീഡിയമായിട്ട് ആക്ട് ചെയ്തത്. കണ്ടക്ഷൻ ആകുമ്പോൾ മോളിക്യൂൾസിന് മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല. ആ ഹോട്ട് വെസലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗുഡ് കണ്ടക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ഹീറ്റ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇനി റേഡിയേഷൻ ആണെങ്കിലോ എല്ലാ ഡയറക്ഷനിലേക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് റേഡിയേഷൻ വരുമ്പോൾ. ഇനി വികിരണം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണം എന്താണ്? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഫിലമെൻ്റ് ബൾബിൽ നിന്ന് താപം താഴേക്ക് വരുന്നത്. കൺവെക്ഷൻ വഴി ഹീറ്റ് എങ്ങനെയാണ്? മുകളിലേക്കേ പോവുള്ളൂ. പക്ഷേ താഴേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? റേഡിയേഷൻ നടക്കുന്നുണ്ടാണ്. റേഡിയേഷൻ വഴിയാണ് ആ ചൂട് താഴേക്ക് എത്തുന്നത്. ഇനി വീടുകളിൽ പാകം ചെയ്ത ആഹാര പദാർത്ഥങ്ങളുടെ ചൂട് അധിക നേരം നിലനിർത്താൻ വിവിധ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നോക്കാം. ചൂടാറ പെട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എനർജി സേവർ ഹോട്ട് ബോക്സ് ഒരു പടം കൊടുത്തിട്ടുണ്ട്. പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറപ്പെട്ടി. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഏകദേശം വെന്ത അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാം. ചൂടാറപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുചാലകമായതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുന്നു.
ചൂടാറപ്പെട്ടി അടച്ചു വെക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം കുറയുന്നു. ഇനി ഐസ് വേഗം ഉരുകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഐസ് പെട്ടി. മത്സ്യം പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കേടുകൂടാതെ. അടുത്തതാണ് ഖരവസ്തുക്കളുടെ താപീയ വികാസം. ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ഒരു ബാറ്ററി, ബൾബ്, അലൂമിനിയം തകിടുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ അലൂമിനിയം തകിടുകൾക്കിടയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ആ മെഴുകുതിരി വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ ആ ഗ്യാപ്പ് എന്ത് ചെയ്യും? ഇല്ലാണ്ടാവും. ഈ രണ്ട് അലൂമിനിയം തകിടുകളും തങ്ങളിൽ കണക്റ്റഡ് ആകും. തുടർന്ന് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയും ബൾബ് ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ചൂടാക്കുന്നതിൻ്റെ ഫലമായിട്ട് അലൂമിനിയം പോലെയുള്ള മെറ്റലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. അപ്പോൾ വികസിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ ഗ്യാപ്പ് ഇല്ലാതാവുകയും ഈ അലൂമിനിയം തകിടുകൾ തങ്ങളിൽ കൂട്ടിമുട്ടുകയും തുടർന്ന് അതിൽ കൂടെ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടായി ആ ബൾബ് പ്രകാശിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് ഖരവസ്തുക്കളുടെ താപീയ വികാസം എങ്ങനെയാണെന്ന് പറയാം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. നമ്മൾ റെയിൽവേ ട്രാക്കിലൊക്കെ ഇതുപോലത്തെ ഗ്യാപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് ചൂട് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ഈ മെറ്റൽ എക്സ്പാൻഡ് ചെയ്യാനും അതിൻ്റെ ഫലമായിട്ട് ഒന്നെങ്കിൽ വളയും അല്ലെങ്കിൽ ഇത് മേളിലേക്ക് പൊങ്ങി വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രാക്കിലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഓവർ ബ്രിഡ്ജുകളിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ഗ്യാപ്പുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെയും സെയിം പർപ്പസ് തന്നെയാണ്. ഇനി നിത്യജീവിതത്തിൽ ഖരവസ്തുക്കളുടെ താപീയ വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. മുറുകി അടച്ചു പോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെയൊക്കെ അടപ്പ് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതിയാവും. ഇനി ദ്രാവകങ്ങളിലെ താപീയ വികാസം എങ്ങനെയായിരിക്കും? ഖരങ്ങളിലെ പോലെ തന്നെ ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഖരവസ്തുക്കളിൽ താപീയ വികാസം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ദ്രാവകങ്ങളിലെയും താപീയ വികാസം. അപ്പോൾ ഇനി വാതകങ്ങളിലെ താപീയ വികാസം എങ്ങനെയായിരിക്കും? ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പോൾ ഖരവസ്തുക്കളിലായാലും വാതകങ്ങളിലായാലും ദ്രാവകങ്ങളിലായാലും താപീയ വികാസം എങ്ങനെയാണ്? ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഒരുപോലെ തന്നെയാണ് 3 സ്റ്റേറ്റുകളിലും. ഇനി എന്താണ് താപനില? നീളം, വീതി, ഉയരം, പരപ്പളവ്, വ്യാപ്തം തുടങ്ങിയവയുടെ അളവ് പറയാൻ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതുപോലെ താപത്തിൻ്റെ അളവ് സൂചിപ്പിക്കാനും യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ശരീര താപനില അളക്കാനാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പനിയൊക്കെ വന്നിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അവർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റിൽ നമുക്കതിന് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാം. ഇവിടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഏത് ദ്രാവകമാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? ലിക്വിഡ് മെർക്കുറിയാണ്. അപ്പം പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യും അല്ലേ? ആ സമയത്ത് നമ്മൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ പനിയെന്നറിയാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഈ മെർക്കുറി ആ ശരീരത്തിലെ ചൂട് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ മെർക്കുറി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഈ തെർമോമീറ്റർ റീഡിങ് നോക്കി 35 ഡിഗ്രി തൊട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിൻ്റെ ഒരു സൈഡിൽ റീഡിങ്. വേറൊരു സൈഡിൽ ഫാരൻഹീറ്റിൽ കാണിക്കുന്നുണ്ട്. ഇത് 94 ഡിഗ്രി ഫാരൻഹീറ്റ് തൊട്ട് 108 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് താഴത്തെ സ്കെയിലിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് അന്തരീക്ഷ താപനിലയെക്കുറിച്ച് നോക്കാം. പകൽ സമയത്ത് താപനില രാത്രി അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്നറിയാം അല്ലേ? ഇനി ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വെച്ചാൽ ഏതാവും വേഗത്തിൽ ചൂടാവുക? മണ്ണാണ് ഏറ്റവും വേഗത്തിൽ ചൂടാകുന്നതും മണ്ണ് തന്നെയാണ് ഏറ്റവും വേഗത്തിൽ തണുക്കുന്നതും. ഇവിടുത്തെ എക്സ്പെരിമെൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. എങ്ങനെയാണ്? ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യും അല്ലേ? അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും. ഇനി കരയോട് തൊട്ട് മുകളിലുള്ള വായു ചൂട് പിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു.
കരയുമായി താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകളിലുള്ള വായു തണുത്തതാണ്. കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം, പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? കടൽക്കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കരക്കാറ്റ്? കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു നമുക്കറിയാം. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. അപ്പോൾ എയർ ചൂട് പിടിച്ചു കഴിയുമ്പോൾ മുകളിലേക്ക് പൊങ്ങുന്നു. ആ മുകളിലേക്ക് പൊങ്ങിപ്പോയി കഴിയുമ്പോൾ താഴെ വരുന്ന ഗ്യാപ്പിലേക്ക് തണുത്ത കാറ്റ് കരയിൽ നിന്ന് വീശുക ചെയ്യുക. അപ്പോൾ രാത്രി സമയത്ത് കരയിൽ നിന്നുള്ള തണുത്ത കാറ്റ് കടലിലേക്ക് വീശും. അതാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. കടലിൻ്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് കടൽക്കാറ്റും കരക്കാറ്റും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്